മുഖം നന്നാകാത്തതിന് കണ്ണാടി തല്ലിപ്പൊട്ടിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? സംസ്ഥാന സർക്കാരിന്റെ വിചിത്രമായ ഉത്തരവുകൾ കാണുമ്പോൾ ഏവരും ഈ വിധത്തിൽ ചിന്തിച്ചു പോകുന്നത് സ്വാഭാവികം. സിവിൽ സപ്ലൈസിന്റെ വ്യാപാരശാലകൾ നിത്യോപയോഗ സാധനങ്ങളില്ലാതെ നോക്കുകുത്തികളാകാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. അതുകൊണ്ട് തന്നെ സാധാരണക്കാർ നേരിടുന്ന ദുരിതവും ചെറുതല്ല. ഈ സാഹചര്യം എത്രയും വേഗം പരിഹരിക്കണമെന്ന മുറവിളികൾ വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നുണ്ടെങ്കിലും സർക്കാർ ഇതൊന്നും അറിഞ്ഞ മട്ടില്ല. മാത്രവുമല്ല, സാധനങ്ങളില്ലാത്ത സപ്ലൈകോ വ്യാപാരശാലകളുടെ ഫോട്ടോകൾ പുറത്തു പോകാതിരിക്കാൻ കർശന നിബന്ധനകളും അടിച്ചേൽപ്പിക്കുകയാണ്. സപ്ലൈകോ ഔട്ട്ലെറ്റുകളുടെ ദൃശ്യങ്ങൾ പകർത്താൻ അനുവദിക്കരുതെന്നും സ്ഥാപനം നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് ജീവനക്കാർ പ്രതികരിക്കരുതെന്നുമാണ് CMD ശ്രീറാം വെങ്കിട്ടരാമൻ പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നത്. ജീവനക്കാർ നിർദ്ദേശം ലംഘിച്ചാൽ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും സർക്കുലറിൽ പറയുന്നുമുണ്ട്. മുൻകൂർ അനുമതിയില്ലാതെ മാധ്യമങ്ങളെയും ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ അനുവദിക്കരുതെന്ന് റീജിയണൽ മാനേജർമാർക്കും ഡിപ്പോ മാനേജർമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സപ്ലൈകോയിലെ വിഷമതകൾ പരിഹരിക്കാതെ സർക്കുലറുകൾ ഇറക്കി ജനങ്ങളെ പരിഹസിക്കുകയാണെന്ന വിധത്തിൽ ഭക്ഷ്യവകുപ്പിനെതിരായ പ്രതികരണങ്ങൾ ഇതോടെ രൂക്ഷമാവുകയാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള നേതാക്കൾ ഇതിനോടകം ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ അതൊന്ന് കാണണമല്ലോ സാറേ, സപ്ലൈകോയിൽ വരികയും ചെയ്യും, ദൃശ്യങ്ങൾ എടുക്കുകയും ചെയ്യും, സപ്ലൈകോയിലെ ദാരിദ്ര്യം നാടിനെ അറിയിക്കുകയും ചെയ്യും. പാക്കലാം. ശ്രീറാം വെങ്കിട്ടരാമനെ വെല്ലുവിളിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ ഫേസ്ബുക്കിൽ പ്രതികരിച്ചത് ഈ വിധത്തിലാണ്. ഇതിനെ തുടർന്ന് സപ്ലൈകോ വ്യാപാരശാലകളിലേക്ക് ഫോട്ടോ എടുക്കൽ മാർച്ചിനൊരുങ്ങുകയാണ് യൂത്ത് കോൺഗ്രസുകാർ. സപ്ലൈകോ വിൽപ്പനശാലകളിൽ സബ്സിഡി ഉൽപ്പന്നങ്ങൾക്കടക്കം വൻ ക്ഷാമമാണിപ്പോൾ നേരിടുന്നത്. അത് പരിഹരിക്കാതെ സർക്കുലർ ഇറക്കി നിശബ്ദമാക്കാനുള്ള നീക്കമാണ് CMD നടത്തുന്നത്. പ്രതിപക്ഷ കക്ഷികൾക്ക് ആഘോഷപൂർവ്വം ഉപയോഗിക്കാനുള്ള രാഷ്ട്രീയ ആയുധമായത് ഇതിനോടകം മാറിക്കഴിഞ്ഞു. വരും വരായികകൾ ചിന്തിക്കാതെ ഈ വിധം സർക്കുലർ ഇറക്കിയത് ശരിയല്ലെന്ന വികാരം ഇടതുമുന്നണിയിലെ ഘടകകക്ഷികളിലും ശക്തമാണ്. അടുത്തിടെയാണ് സപ്ലൈകോയെ നഷ്ടത്തിൽ നിന്ന് കരകയറ്റുക എന്ന ലക്ഷ്യത്തോടെ ഒട്ടേറെ ഉൽപ്പന്നങ്ങളുടെ വില കൂട്ടിയത്. ചെറുപയർ, ഉഴുന്ന്, കടല, വൻപയർ, തുവരപ്പരിപ്പ്, മുളക്, മല്ലി, പഞ്ചസാര, വെളിച്ചെണ്ണ എന്നിവയ്ക്കും വിവിധ ഇനം അരികൾക്കും വില കൂടിയിട്ടുണ്ട്. ഇതിനു പുറമെ സപ്ലൈകോയിൽ ആവശ്യത്തിന് സാധനങ്ങളില്ലാത്തതിനാൽ സാധാരണക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരന്റെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏറ്റവും പ്രധാന വകുപ്പാണ് ഭക്ഷ്യവിതരണത്തിന്റേത്. മുൻകാല ഇടതു സർക്കാരിന്റെ കാലത്ത് അഭിനന്ദനാർഹമായി പ്രവർത്തിച്ചിരുന്ന വകുപ്പുമാണിത്. മൊബൈൽ മാവേലി സ്റ്റോറുകൾ അടക്കം ഉപയോഗിച്ചുകൊണ്ട് നിത്യോപയോഗ വസ്തുക്കൾ ഗ്രാമീണ തലങ്ങളിൽ വരെ എത്തിയിരുന്നതിനാൽ വിലക്കയറ്റത്തെ വലിയ അളവോളം പിടിച്ചു നിർത്താൻ അതുവഴി കഴിഞ്ഞിരുന്നു. എന്നാൽ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ പെട്ടുഴലുന്ന പിണറായി സർക്കാരിന്റെ കാലത്ത് സപ്ലൈകോയിന്റെ പ്രവർത്തനം അടിമുടി താളം തെറ്റുകയായിരുന്നു. കോവിഡ് കാലത്ത് കിറ്റുകൾ നൽകി ജനപ്രിയത നേടിയ ഭക്ഷ്യവകുപ്പാണ് ഇപ്പോൾ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാതെ സർക്കുലറുകൾ ഇറക്കി ഒളിച്ചോടാൻ ശ്രമിക്കുന്നത്. 600 കോടിയോളം രൂപയുടെ കുടിശ്ശികയാണ് ഭക്ഷ്യവിതരണ കരാറുകാർക്ക് സർക്കാർ നൽകാനുള്ളത്. 40 ഭക്ഷ്യ ഇനങ്ങൾക്കായി സർക്കാർ വിളിച്ച ടെൻഡർ 3ാം വട്ടവും മുടങ്ങുകയായിരുന്നു. കുടിശ്ശിക തീർക്കാതെ ടെൻഡറിൽ പങ്കെടുക്കില്ലെന്നാണ് കരാറുകാരുടെ തീരുമാനം. ഇടതുമുന്നണിയിൽ കാലാകാലമായി പൊതുവിതരണ വകുപ്പ് ഭരിക്കുന്നത് CPI ആണ്. മാതൃകാപരമായി പ്രവർത്തിച്ചിരുന്ന വകുപ്പിന്റെ ഇന്നത്തെ ദുരവസ്ഥയിൽ ഒന്നും ചെയ്യാനാകാതെ ബുദ്ധിമുട്ടുകയാണ് CPIയും. ഭക്ഷ്യമന്ത്രി GR അനിൽ ഇതു സംബന്ധിച്ച് പലതവണ സർക്കാരിനെ കാര്യങ്ങൾ ധരിപ്പിച്ചുവെങ്കിലും ഒന്നും പ്രാവർത്തികമായില്ല. ഏറെ പ്രതീക്ഷയോടെയാണ് സംസ്ഥാന ബജറ്റിനെയും ജനങ്ങൾ ഉറ്റുനോക്കിയത്. എന്നാൽ ബജറ്റിലും ഭക്ഷ്യവകുപ്പിനെ അവഗണിക്കുന്ന സ്ഥിതിയാണുണ്ടായത്. ബജറ്റിനെ ചൊല്ലി CPIക്കുള്ളിൽ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസമാണ് ഉണ്ടായത്. CPI സംസ്ഥാന കൗൺസിലിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ധനമന്ത്രി ബാലഗോപാലിനുമെതിരെ ശക്തമായ വിമർശനങ്ങൾ ആണ് ഉയർന്നത്. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവും അത് നിയന്ത്രിക്കാൻ കഴിയാത്ത സർക്കാർ നിലപാടുകളുമെല്ലാം വലിയ ചർച്ചയാകുമെന്നത് ഉറപ്പാണ്. അതിനെ പ്രതിരോധിക്കാനായി കേന്ദ്ര ഫണ്ട് കിട്ടുന്നില്ല, സംസ്ഥാന സർക്കാരിനെ കേന്ദ്രം അവഗണിക്കുന്നു എന്ന വിധത്തിലൊക്കെ ഇടതുമുന്നണി പ്രചരണം നടത്തുന്നതിനിടയിലാണ് വിവാദ സർക്കുലറുമായി CMD ശ്രീറാം വെങ്കിട്ടരാമൻ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ വിധം പ്രതിഷേധങ്ങൾ ഉയർത്തി യാഥാർത്ഥ്യത്തെ എത്ര നാളാണ് ജനങ്ങളിൽ നിന്ന് സർക്കാരിന് മറച്ചുവെക്കാനാവുക?